വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. തീരുമാനത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് ഏകദേശം 22,000-ഓളം വാർഡുകൾ, 16,000-ഓളം ഗ്രാമപഞ്ചായത്തുകൾ വരുന്നുണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങി മൊത്തം സീറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അറൌണ്ട് 22,000 ആണ്. ഈ 22,000 സീറ്റിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുക എന്ന തീരുമാനമാണ് പൊതുവായി എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഒഴികെ ബാക്കി വരുന്ന ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുമെല്ലാം രാഷ്ട്രീയത്തിനപ്പുറം പ്രാദേശികമായ വിഷയങ്ങൾ, ആ വിഷയങ്ങളാണ് ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വരികയും ജനങ്ങൾ കൂടുതൽ പരിഗണിക്കുകയും ചെയ്യുന്ന വിഷയം. മൊത്തത്തിൽ കേരളത്തിലാകെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പൊതുപ്രവർത്തകരുമായി കണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഞാൻ കുറെ കാലങ്ങളായി പറഞ്ഞു വരുന്ന പൊളിറ്റിക്കൽ നെക്സസ് അത് സംസ്ഥാന തലത്തിലുള്ളതിനേക്കാളും ഗ്രാമീണ തലത്തിൽ കൂടുതലാണ് എന്ന പരാതി പൊതുപ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയാൽ ആ ജനാധിപത്യ ക്രമത്തെ കറക്റ്റ് ചെയ്യേണ്ട പ്രതിപക്ഷം ആ ജോലി ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭരണകക്ഷിയുമായി ചേർന്ന് അവനവന്റെ പേഴ്സണൽ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ആ നിലപാടിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം എടുക്കേണ്ട ജോലി പ്രതിപക്ഷം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന വ്യാപകമായ പരാതി പത്രക്കാരായ നിങ്ങളെ ശ്രദ്ധയിലും അത് പെട്ടിട്ടുണ്ടാവും. അത് വലിയൊരു വിഷയമായി കേരളത്തിൽ വരികയാണ്. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉയർത്തിയ വിഷയങ്ങൾ കേരളീയ സമൂഹത്തിൽ പൊതു ചർച്ചയാണ്. നിങ്ങൾക്കറിയാം, നിലമ്പൂരിനെ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഈ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടും 20,000-ഓളം വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് ലഭ്യമായതിന്റെ പിന്നിലെ രാഷ്ട്രീയം തിരിച്ചറിയാൻ നിങ്ങൾക്കും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കേരളത്തിലെ ഗ്രാമീണ തലത്തിലേക്ക് എത്തിക്കാനുള്ള, പാർട്ടിക്ക് വളർന്നു വരാനുള്ള, എല്ലാ വാർഡുകളിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ഥാനാർത്ഥിയും അവരുടെ അനുയായികളും അവരുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും നാളെ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടാനും കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും ഗുണകരമായ ഒരു സാഹചര്യമായി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാതിൽ പോയി തൽക്കാലം മുട്ടാനോ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഞങ്ങൾ നിൽക്കുന്നില്ല. പ്രാദേശിക തലത്തിൽ നമുക്കറിയാം, ഇപ്പൊ കൊച്ചി, നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്ന കൊച്ചിയിലാണ്. ഇവിടെ V4 കൊച്ചി എന്ന് പറഞ്ഞ സംഘടന ഈ കോർപ്പറേഷനിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് 13-14% വോട്ട് നേടിയ കളിലും മത്സരിച്ച ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ്. അതൊരു ഉദാഹരണമാണ്. അതുപോലെയുള്ള നിരവധിയായ സംഘടനകൾ, സംവിധാനങ്ങൾ കേരളത്തിന്റെ മുഴുവൻ നഗരതലത്തിലും ഗ്രാമീണ തലത്തിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനകളുമായി അതാത് പഞ്ചായത്തുകളിലും അതാത് മുനിസിപ്പാലിറ്റിയിലും അതാത് കോർപ്പറേഷനുകളിലും യോജിക്കാൻ പറ്റുന്ന മേഖലകളിലും ഡിവിഷനുകളിലും വാർഡുകളിലും അവരുമായി സഹകരിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സ്ട്രാറ്റജിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.